Good morning. അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. പേജ് 156. Find solutions of u of x, y of the following equation by separating variables. അപ്പോൾ അതിൽ ഫസ്റ്റ് പ്രോബ്ലം ux is equal to 2uy plus u. അപ്പോൾ നമുക്ക് u of x, y ആണ് കണ്ടുപിടിക്കേണ്ടത്. സെപ്പറേറ്റിംഗ് വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, അപ്പോൾ ux is equal to 2uy plus u. അപ്പോൾ നമ്മളിവിടെ ഇതിന് മുൻപ് സ്റ്റെപ്സ് സൊല്യൂഷൻ ഓഫ് വേവ് ഇക്വേഷൻ കണ്ടുപിടിക്കാൻ 3 ഡിഫറെൻറ്റ് സ്റ്റെപ്സ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് യൂസ് ചെയ്തിട്ട് നമുക്കിവിടെ സോൾവ് ചെയ്യാം. അപ്പം നമ്മളിവിടെ അസ്യൂം ചെയ്യുന്ന u of x ബൈ ഏത് ഫോമിലാണ്? f of x into g of y, ക്യാപിറ്റൽ f of x into ക്യാപിറ്റൽ g of y എന്നുള്ള ഫോം. ദാറ്റ് ഈസ് എക്സിന്റെ മാത്രം എക്സ് വേരിയബിളിൽ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ഇൻറ്റു വൈ വേരിയബിളിൽ മാത്രമുള്ള ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ അസ്യൂം ചെയ്യണം. അപ്പം ഇങ്ങനത്തെ ഒരു സൊല്യൂഷൻ ഉണ്ടെന്ന് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന മാതിരി വേണ്ടേ? അപ്പം നമുക്ക് എന്ത് ചെയ്യണം? ഈ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് യു എക്സ് കണ്ടുപിടിക്കാം. യു എക്സ് ഇസ് ഈക്വൽ ടു എന്താ പറയുക, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഡോ യു ബൈ ഡോ എക്സ് ആണ് മീൻ ചെയ്യുന്നത്. ഇപ്പം ഇവിടെ എന്ത് വരും? ഇതാണ് എക്സിലുള്ള വേരിയബിൾ, അല്ല എക്സ് വേരിയബിളുള്ള ഫംഗ്ഷൻ, ഇത് വൈ വേരിയബിളുള്ള ഫംഗ്ഷനാണ്. നമ്മൾ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ദിസ് ടേം നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് മാറും. സോ ക്യാപിറ്റൽ ജി ഇൻറ്റു ഏത് ഫോമിലേക്കാണ് വരിക? വിത്ത് റെസ്പെക്ട് ടു എക്സിനെ ഇത് എഫിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ ഡി എഫ് ബൈ ഡി എക്സ്. അപ്പോൾ ജി ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ് ആണ് നമുക്ക് യു എക്സ് ആയിട്ട് വരുന്നത്. ഇനി അതേമാതിരി തന്നെ ഇവിടെ യു വൈ വേണം. സോ യു വൈ ഇസ് ഈക്വൽ ടു ഏത് ഫോമിലേക്ക് വരും? ഡോ യു ബൈ ഡോ വൈ. എഗെയിൻ ഇതിൽ എക്സിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ, ഇത് വൈനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഈ ടേം നമുക്ക് കോൺസ്റ്റന്റ് ആയിട്ട് മാറും. സോ ദിസ് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഇൻറ്റു ഡി ജി ബൈ ഡി വൈ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഇത് നമ്മളുടെ ഈ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ 1 ആണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഇക്വേഷൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഏത് ഫോമിലേക്ക് നമുക്ക് വരും? യു എക്സിന് പകരം എന്താ ഉള്ളത്? ജി ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് എഫ് ഇൻറ്റു ഡി ജി ബൈ ഡി വൈ പ്ലസ് യു ആണ്. ദാറ്റ് ഇസ് ക്യാപിറ്റൽ എഫ് ഇൻറ്റു ക്യാപിറ്റൽ ജി. ഓക്കെ, ഇനി നമുക്ക് ബൈ സെപ്പറേറ്റിംഗ് വേരിയബിൾസ് ആണ്. അപ്പോൾ ജിയുടെ ടേംസ് എല്ലാം ഒരു ഭാഗത്തേക്കും എഫിന്റെ ടേംസ് എല്ലാതും ഒരു സൈഡിലേക്കും കൊണ്ടുവരണം. അങ്ങനെയുള്ള സെപ്പറേറ്റിംഗ് വേരിയബിൾസ് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജിയുടെ ടേംസ് ആദ്യം നമുക്ക് ഓക്കെ, ഇത് നമുക്ക് എൽ എച്ച് എസിലേക്ക് കൊണ്ടുവരാം. ആദ്യം ഡി ജി ഓഫ് വൈയുടെ ഇവിടെ ജി ഉണ്ട്, ഇവിടെയും ജി ഉണ്ട്. സോ ആ 2 ടേംസും കൂടിയും എൽ എച്ച് എസിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ജി ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ് മൈനസ് എഫ് ഇൻറ്റു ജി ഇസ് ഈക്വൽ ടു 2 ടൈംസ് എഫ് ഡി ജി ബൈ ഡി വൈ. ദാറ്റ് ഇസ് ജി ഇവിടെ നമ്മൾ കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ ജി ഇൻറ്റു ഡി എഫ് ബൈ ഡി എക്സ് മൈനസ് എഫ് ഇസ് ഈക്വൽ ടു 2f ഡി ജി ബൈ ഡി വൈ. അപ്പോൾ ഇനി സെപ്പറേറ്റിംഗ് വേരിയബിൾസ് നമുക്ക് യൂസ് ചെയ്യാൻ അറിയാം. ഇവിടെയാണ് എഫിന്റെ ടേംസ് ഉള്ളത്. സോ എൽ എച്ച് എസിൽ എഫിന്റെ ടേംസും ആർ എച്ച് എസിൽ ജിയുടെ ടേംസും കൊണ്ടുവരാം. അപ്പോൾ ഏത് ഫോമിലേക്ക് വരും? ഡി എഫ് ബൈ ഡി എക്സ് മൈനസ് എഫ് ഇൻറ്റു ഈ എഫ് എൽ എച്ച് എസിലേക്ക് വരുമ്പോൾ അത് എങ്ങനെയായിട്ട് മാറും? 1/2f ഇസ് ഈക്വൽ ടു ഡി ജി ബൈ ഡി വൈ ഇൻറ്റു ഇ ജി ആർ എച്ച് എസിലേക്ക് വരുമ്പോൾ 1/g. ദിസ് ഇസ് ഈക്വൽ ടു നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ദിസ് ടേം ഇസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് കെ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും ക്ലിയർ അല്ലേ? നമുക്ക് ഇനി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ ലാസ്റ്റ് 2 ഇക്വേഷൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 ഓർഡിനറി ഇക്വേഷൻസ്, 1 ഇൻ ടേംസ് ഓഫ് എഫ് ആൻഡ് 1 ഇൻ ടേംസ് ഓഫ് ജി. അപ്പൊ അതേമാതിരി നമുക്ക് ഇവിടെ എന്താ കിട്ടുക? 2 ഇക്വേഷൻസ് കിട്ടി. ദാറ്റ് ഈസ് ഡി എഫ് ബൈ ഡി എക്സ് മൈനസ് എഫ് ഓഫ് എക്സ് ഇൻറ്റു 1/2f ഇസ് ഈക്വൽ ടു കെ. അതായിരുന്നു ഫസ്റ്റ് വൺ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് ഏത് ഫോമിലേക്ക് വരും? ഡി എഫ് ബൈ ഡി എക്സ് മൈനസ് എഫ് ഇസ് ഈക്വൽ ടു 2 ടൈംസ് കെ ഇൻറ്റു എഫ്. ഇതാണ് നമ്മുടെ ഒരു ഇക്വേഷൻ.
ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു സെപ്പറേറ്റിംഗ് വേരിയബിൾസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എഫിനെ എല്ലാം ഒരു സൈഡിലേക്കും എക്സിനെ ഒരു സൈഡിലേക്കും കൊണ്ടുവരാം. അപ്പൊ ഇത് എങ്ങനെയായിട്ട് മാറും? ഈ ടേം എന്ന് പറയുന്നത് df/dx is equal to എഫിനെ RHSലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എഫ് നമുക്ക് കോമൺ ആക്കി എടുക്കാം. അപ്പൊ 2kf പ്ലസ് എഫ് എന്നാ വരിക. ഇത് കോമൺ ആക്കി എടുത്തു കഴിഞ്ഞാൽ 2k പ്ലസ് 1 ഇൻറ്റു എഫ് എന്നുള്ള ഫോമിലേക്ക് വന്നു. അപ്പൊ ഇതിൽ നമുക്ക് നമ്മുടെ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ വിത്ത് റെസ്പെക്ട് ടു എഫ് കിട്ടും. അതെങ്ങനെയാ വരിക? df ഡിവൈഡഡ് ബൈ ക്യാപിറ്റൽ എഫ്. ഈ എഫിനെ നമ്മൾ സെപ്പറേറ്റിംഗ് വേരിയബിൾസ് യൂസ് ചെയ്യുമ്പോൾ LHSൽ കൊണ്ടുവന്നു. എഫിന്റെ ടേംസ് നമ്മൾ ലെഫ്റ്റ് സൈഡും എക്സിന്റെ ടേംസ് റൈറ്റ് സൈഡിൽ നിർത്താൻ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പൊ എന്ത് വരും? 2k പ്ലസ് 1 ഇൻറ്റു dx. അപ്പൊ ഇതാണ് നമ്മളുടെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇക്വേഷൻ 2 ആക്കി നിർത്താം. ഇനി നമുക്ക് ഇതേമാതിരി തന്നെ ജിയിലുള്ള ഒരു ഇക്വേഷൻ കൂടി ഉണ്ടായിരുന്നു. അതെടുത്തു കഴിഞ്ഞാൽ ഏത് ഫോമിലേക്കാ പറഞ്ഞത്? dg/dy ഇൻറ്റു 1/g is equal to k. ഇതായിരുന്നു നമുക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഇതിൽ നിന്ന് ഏത് ഫോമിലേക്ക് വരും? dg/dy is equal to k into g, which again implies dg/g is equal to k into dy. ഓക്കെ, അപ്പൊ ഇത് നമ്മുടെ ഇക്വേഷൻ ഇൻ ടേംസ് ഓഫ് ജി സെപ്പറേറ്റിംഗ് വേരിയബിൾസിൽ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ 3 ആയിട്ട് കണക്കാക്കാം. ഇനി നമുക്ക് എന്താ വേണ്ടത്? ഈ 2ന്റെയും 3ന്റെയും സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ 2ന്റെയും 3ന്റെയും സൊല്യൂഷൻ നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടുപിടിക്കാം. ഫസ്റ്റ് ഇക്വേഷൻ 2 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വേഷൻ 2നെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം, അല്ലെ? ഇക്വേഷൻ 2നെ ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇത് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? LHSല് ഇത് വിത്ത് റെസ്പെക്ട് ടു എഫും ഇത് വിത്ത് റെസ്പെക്ട് ടു എക്സും. അപ്പം ഓക്കെ, അത് നമുക്ക് സ്റ്റെപ്പ് എഴുതുകയാണെങ്കിൽ ഏത് ഫോമിലേക്ക് വരും? ഇന്റഗ്രൽ df/f is equal to integral 2k plus 1 dx, അല്ലേ? അപ്പൊ ഇവിടെ എന്താ വരിക? ln f is equal to ഇവിടെ എന്ത് വരും? 2k plus 1 into x. അഗെയിൻ നമുക്ക് ഇവിടെ ഒരു ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് വരും. ഇവിടെ ln ഉള്ളത് കൊണ്ട് നമ്മൾ ആ കോൺസ്റ്റന്റും ഒരു ln ആയിട്ട് എടുക്കാം. കോൺസ്റ്റന്റ്സ് ഈവൻ എടുത്താലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ പൊതുവെ ലോഗരിതമിക് വാല്യൂ വരുമ്പോൾ എടുക്കുന്ന കോൺസ്റ്റന്റ്സ് ഇൻ ടേംസ് ഓഫ് ലോഗ് ആണ് എടുക്കാറ്. ഓക്കെ, അപ്പൊ ഇനി എന്താ ചെയ്യേണ്ടത്? ഓക്കെ, ഇത് LHSലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് വരും? ln f minus ln c, that is ln f by c1 is equal to 2k plus 1 into x. എക്സ്പൊണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ f by c1 is equal to e raised to 2k plus 1 into x, which implies capital F is equal to c1 into e raised to 2k plus 1 into x. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ 2. ദാറ്റ് ഈസ് നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്താണ് ഇൻ ടേംസ് ഓഫ് എക്സ് എന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് ഇക്വേഷൻ 3 ഈ ഇക്വേഷൻ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ തേർഡ് ഇക്വേഷൻ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ തേർഡ് ഇക്വേഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? ഇന്റഗ്രൽ dg/g is equal to integral k dy, that is ln g is equal to ky plus another constant c2. അപ്പം അഗെയിൻ ln ആണ്. അപ്പൊ നമ്മൾ എക്സ്പൊണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഫോമിൽ വെക്കേണ്ടി വരും? g is equal to e raised to ln വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇവിടെയും ln കോൺസ്റ്റന്റ് ആക്കി എടുക്കാം. അപ്പം നേരത്തെ ചെയ്ത മാതിരി വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ln g/c2 is equal to ky. എക്സ്പൊണൻഷ്യൽ എടുത്തു കഴിഞ്ഞാൽ g/c2 is equal to e raised to ky. That is g is equal to c2 into e raised to
ky. അപ്പൊ ഇതാണ് നമ്മളുടെ ജി എന്ന് പറയുന്ന സൊല്യൂഷൻ. ഓക്കെ, അപ്പൊ നമ്മുടെ സൊല്യൂഷൻ എങ്ങനെയായിരുന്നു ശരിക്കും ഉണ്ടായിരുന്നത്? നമ്മൾ അസ്യൂം ചെയ്തിട്ടുണ്ടായിരുന്നത് യു ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് ഇൻറ്റു ക്യാപിറ്റൽ ജി ഓഫ് വൈ. നമുക്കിപ്പോൾ എഫ് ഓഫ് എക്സും ജി ഓഫ് വൈയും കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? C1 e raised to 1 plus 2k into x into C2 e raised to ky. That is C1 into C2 നമുക്കൊരു കോൺസ്റ്റന്റ് C ആയിട്ട് എടുക്കാം. C into e raised to a into e raised to e raised to a into e raised to b എന്ന് പറഞ്ഞാൽ e raised to a plus b. So ഇവിടെ എന്ത് വരും? 1 plus 2k into x plus ky. അപ്പോൾ ഏത് ഫോമിലേക്ക് വന്നു? u of x, y is equal to c into e raised to 1 plus 2k into x plus ky. ഇതാണ് നമ്മളുടെ സൊല്യൂഷൻ.